ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷീറ്റ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല നാടൻ വെള്ളരിക്ക കറിയാട്ടോ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറുള്ള വെള്ളരിക്ക. അപ്പം അതിൻ്റെ ഒരു പകുതി ഭാഗം മതിയാവും. നമ്മളിവിടെ രണ്ടാളേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, വെള്ളരിക്കൊക്കെ എടുക്കുമ്പോൾ നല്ല ഗോൾഡൻ കളറുള്ള വെള്ളരിക്ക നോക്കിയെടുക്കുക. അഥവാ ഗോൾഡൻ കളർ കിട്ടിയിട്ടില്ലെങ്കിൽ ചെറിയൊരു മഞ്ഞ ഷെയ്ഡുള്ള വെള്ളരിക്ക നോക്കിയെടുക്കുക. പിന്നെ ചെറിയ വെള്ളരിക്ക എടുക്കുമ്പം ചെറിയൊരു കായ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ചൊരു മീഡിയം സൈസുള്ള വെള്ളരിക്ക നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിത് കുരുവൊക്കെ കളഞ്ഞ് നല്ല കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പം സ്കിന്നില്ലാണ്ടും സ്കിന്നിട്ടിട്ടും ചെയ്യാം. ഞാനിതിലേക്ക് ഒരു 4 ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ടർമറിക്കും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒരു 3 വിസിലിന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം കുറച്ച് ആഡ് ചെയ്യണ്ടു, കാരണം വെള്ളരിക്കയിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയതും പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് മോരാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാറ്. ഞാൻ അധികം മോര് തന്നെ യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മോര് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേടി യൂസ് ചെയ്യാം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതും നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു പിഞ്ച് ക്യുമിൻ സീഡ്സും കൂടി ആഡ് ചെയ്തിട്ട് ഒരു നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളരിയൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. 3 വിസിലിന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി കുറച്ചൊരു വെള്ളം മാത്രം ഉണ്ട്. ഇനിയിപ്പോൾ നല്ല വെള്ളമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നമ്മൾ അരക്കുമ്പം ആ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അരച്ചാൽ മതി. എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് ഈ അരപ്പെല്ലാം അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറിയിലേക്ക്. നല്ലോണം ഒന്ന് ഇത് തിളക്കട്ടെ. അപ്പം ഇത് അരപ്പൊഴിക്കുമ്പോൾ കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കലക്കി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഇനി ഇത് നല്ല തിള വരട്ടെ. ഞാൻ ഇതുവരെ ഇതിൽ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഇനിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 2 തണ്ട് കറിവേപ്പിലയും പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില 2-3 തണ്ട് ആവാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും മണവും ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും കറിവേപ്പില ഇടുമ്പം. അപ്പോൾ അതും കൂടിയിട്ട് നല്ലൊരു തിള വരട്ടെ. അപ്പോൾ നിങ്ങൾ മൂര ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇത് പതഞ്ഞ് വരും. അപ്പോൾ കേട് വെച്ചിട്ടാണ് അല്ലെങ്കിൽ തൈര് വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അധികം അങ്ങനെ പതച്ചിട്ട് തിളപ്പിക്കണ്ട, കാരണം ചിലപ്പോൾ അത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് അധികം തിളപ്പിക്കണ്ട. കലക്കി ഒഴിച്ചതിന് ശേഷം കുറച്ചൊരു ചൂട് വരുമ്പം അത് ഓഫ് ചെയ്യുക. ചെറിയൊരു പത വരുമ്പോൾ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാം. മോരാണെങ്കിൽ കുറച്ച് തിളപ്പിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഈ കാര്യം എന്തായാലും ഓർമ്മിച്ച് വെക്കണം. മോരാണെങ്കിൽ മാത്രമേ തിളപ്പിക്കാൻ പാടുള്ളൂ. കേടോ അല്ലെങ്കിൽ യോഗട്ടോ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ചൂട് വരുമ്പം തന്നെ കറി ഓഫ് ചെയ്യുക. അപ്പം അധികം തിളപ്പിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് വരാനുള്ള മോട്ടിവേഷൻ. അപ്പോൾ ബാക്ക് ടു റെസിപ്പി. ഞാനിവിടെ മോരൊഴിച്ചിട്ട് വെച്ചതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിളപ്പിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു പതയായിട്ട് ഇങ്ങനെ പൊന്തി വരും. അപ്പം നല്ലൊരു പതയും വരും. അപ്പം ഇത് മോരൊഴിച്ചുകൊണ്ട് മാത്രമാണ്. ഇനി നിങ്ങൾ തൈരോ കേടാണോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ചൂട് വരുമ്പം തന്നെ അത് ഓഫ് ചെയ്തിടണം. അല്ലെങ്കിൽ കറി വളരെ ഇങ്ങനെ പിരിഞ്ഞ് തേങ്ങ വേറെയായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ചില ആൾക്കാർ ഇതിൽ തക്കാളി അല്ലെങ്കിൽ അരപ്പ് ഇടുമ്പം ചെറിയ ഉള്ളിയൊക്കെ ആഡ് ചെയ്യുന്നത് കാണാം. പക്ഷേ ഞാനിവിടെ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക കറിയാണ് കേട്ടോ ഇത്. അത്രയും ടേസ്റ്റാണ്. നമ്മളെ നാട്ടിലൊക്കെ നാടൻ വെള്ളരിക്ക കറിയാണ്. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുവൊക്കെ പൊട്ടിച്ച് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കടുവും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും. ഉലുവ മെയിനാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇനി അതിലേക്ക് 2-3 റെഡ് ചില്ലീസും പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവ നിർബന്ധമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഉലുവയാണ് ഈ കറിക്ക് അത്രയും ടേസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഉലുവ ആഡ് ചെയ്യുമ്പോൾ കൂടുതലായി പോയാൽ കറി കായ്ക്കും. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. ആഡ് ചെയ്യുമ്പോൾ കൂടുതലാവാൻ പാടില്ല. 1/4 ടീസ്പൂണിലും കുറവായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വെള്ളരിക്ക കറി. അടിപൊളി ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക കറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും. അപ്പോൾ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. നൗ കുക്ക് വിത്ത് ലവ്.